Hello friends, welcome to SAT, St. Augustine Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദം, sounds, part 2. Part 2-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് transmission of sounds. Okay? So please visit part 1 before watching this video. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം കാണുക. നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്. ട്രാൻസ്മിഷൻ നിങ്ങൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ ട്രാൻസ്ഫോമർ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ട്രാൻസ്പോർട്ട് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബസ്, ട്രാൻസ്പോർട്ട് ബസ്. വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫർ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക? ഒരു സ്ഥലത്ത്, സപ്പോസ് ദിസ് ഈസ് എ, ഈ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരാൾ എന്താണ് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇയാൾക്ക് ബസ്സിന് പോവാം. ഇപ്പോൾ ബസ് ഒരു ട്രാൻസ്പോർട്ടാണ്. അല്ലെങ്കിൽ അയാൾക്ക് വിമാനത്തിൽ പോവാം. ചിലപ്പോൾ വഞ്ചിക്ക് വെള്ളത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്. എനിവേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരാൾ മൂവ് ചെയ്യും. നമ്മളതിനെ ട്രാൻസ്മിഷൻ എന്ന് പറയാം. അത് സൗണ്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും. ഇപ്പം നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? സപ്പോസ് ദിസ് ഈസ് യുവർ ടീച്ചർ എ. ടീച്ചറിൻ്റെ സൗണ്ട് നിങ്ങൾ എല്ലാവരിലും എത്തുന്നു. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരിലേക്കും എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഹൗ, എങ്ങനെയാണ് ഇത് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പാർട്ട് 3-ൽ പഠിക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 3. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 3 ആൾസോ. ഓക്കെ? സോ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്സ്. ഹൗ ഡസ് സൗണ്ട് ട്രാവൽ? എങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്? നമ്മളെ പോലെയാണോ? വണ്ടിക്കാണോ? അല്ല. സൗണ്ട് ട്രാവൽ ത്രൂ എ മീഡിയം. എന്താണ് സൗണ്ട് ട്രാവൽ ത്രൂ എ മീഡിയം? സോ ഒരു ന്യൂ വേർഡ് ഇവിടെ കടന്നു വരികയാണ്, മീഡിയം. വാട്ട് ഡു യു മീൻ ബൈ മീഡിയം? നമ്മൾ മീഡിയ എന്ന് കേട്ടിട്ടുണ്ട്. വി നോ ദാറ്റ് ടെലിവിഷൻ, TV and newspapers are medias. Why they are known as medias? Because they transmit news from one place to another. ഇവരെ നമ്മൾ മീഡിയ എന്ന് വിളിക്കാൻ കാരണം ഇവര് ഒരു സ്ഥലത്തെ ന്യൂസിനെ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതായത് നമ്മളെപ്പോലുള്ള എന്താണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എന്താണ് അവർ എത്തിക്കുന്നു. അതെന്തിൻ്റെ ഫോമിലാവാം? ന്യൂസ് പേപ്പറിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ വീഡിയോ ന്യൂസുകളൊക്കെ ആവാം. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും ന്യൂസ് ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഉണ്ടായിരിക്കുന്ന ന്യൂസിനെ വേറൊരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഉണ്ടാവുന്ന സ്ഥലത്ത് സോഴ്സിൽ നിന്നും അത് കാണുന്ന സ്ഥലത്തേക്ക്, റിസീവ് ചെയ്യുന്ന ആളത്തേക്ക്, റിസീവ് അങ്ങോട്ട് ന്യൂസ് കൊണ്ടുപോകാന്ന ഡ്യൂട്ടി മാത്രമേ ആർക്കുള്ളൂ? ന്യൂസ് പേപ്പേഴ്സിനും ടെലിവിഷനുള്ളൂ. സോ ദേ ആർ മീഡിയാസ്. സിമിലാർലി സൗണ്ട് ഉണ്ടാവുന്ന സോഴ്സ് നമുക്കറിയാം. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. തബല, അല്ലെങ്കിൽ ഒരാളുടെ വോയിസ്, അല്ലെങ്കിൽ വണ്ടികൾ, അങ്ങനെ എവിടെ നിന്ന് സൗണ്ട് ഉണ്ടാവും? ഇറ്റ് ഈസ് നോൺ ആസ് സോഴ്സസ് ഓഫ് സൗണ്ട്. ഫ്രം ദ സോഴ്സസ് ടു ദ റിസീവർ. സോഴ്സിൽ നിന്നും റിസീവറിലേക്ക് സൗണ്ട് കടന്നു പോകുന്നത് എന്തിലൂടെയാണോ, ഇറ്റ് ഈസ് നോൺ ആസ് മീഡിയം. ക്ലിയർ? സൗണ്ട് സോഴ്സിൽ നിന്നും റിസീവറുടെ അടുത്തേക്ക് എന്തിലൂടെയാണോ കടന്നു പോകുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് മീഡിയം, ലൈക്ക് TV and newspaper. So a medium is a substance or material that carries the sound wave. മീഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു പദാർത്ഥമാണ്. ദാറ്റ് ക്യാരീസ് ദ സൗണ്ട് വേവ്. അതെന്ത് ചെയ്യുന്നു? സൗണ്ട് വേവിനെയും കൊണ്ട് പോകുന്നു. മനസ്സിലായോ? ക്ലിയർ? ദ മെറ്റീരിയൽ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. അത് ദ്രാവകമാകാം, വാതകമാകാം, അല്ലെങ്കിൽ ലിക്വിഡ് ആവാം. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ പൈപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഉണ്ടാവും അല്ലേ? ഇതൊരു പൈപ്പാണ്. ഈ
ഈ പൈപ്പിലൂടെ ഒരാൾ സംസാരിക്കുകയാണ്, കണ്ടോ? ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കണം. ഹായ്, ഹലോ, ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സംസാരിക്കണം. ചെറുപ്പത്തിൽ അങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ സൗണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് ഇയാളുടെ എന്താണ് ഇയറിലെത്തും. അപ്പോൾ ദിസ് പേഴ്സൺ ഈസ് ദ സോഴ്സ്. Why it is known as source? Because it produce sound, and this person is known as receiver. And sound pass ചെയ്യുന്നത് ഈ പൈപ്പിനുള്ളിൽ കൂടിയാണ്, അല്ലേ? പൈപ്പിനുള്ളിൽ എന്താ? ഇറ്റ്സ് വെരി സിമ്പിൾ. പൈപ്പിനുള്ളിൽ എയർ ആണ്. ക്ലിയർ? വായു, അല്ലേ? So this air is known as the medium. So through this air the sound waves travels. Okay, clear? So the medium can be solid, liquid or air. ഇതെങ്ങനെയാണ് സോളിഡ് ആവുന്നത്? നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഡെസ്ക്, സപ്പോസ് ദിസ് ഈസ് എ ഡെസ്ക്, ഡെസ്കിൽ നിങ്ങൾ കൊട്ടും, അല്ലേ? ഡെസ്കിൽ കൊട്ടുമ്പോൾ ഇങ്ങനെ ഇവിടെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ചെവി വെക്കുകയാണെങ്കിൽ ആ സൗണ്ട് എന്താണ്? അയാൾക്ക് കേൾക്കാൻ സാധിക്കും, ശരിയല്ലേ? അപ്പോൾ സോളിഡ്സിലൂടെ എന്താണ്? കടന്നു പോകും. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട്, സപ്പോസ് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിനകത്ത് കുറച്ച് ഇങ്ങനെ വെള്ളം നിറയ്ക്കാം. കുറച്ച് വെള്ളം നിറയ്ക്കാം. നിങ്ങളുടെ ചോറ്റും പാത്രം ഉണ്ടല്ലേ, ടിഫിൻ ബോക്സ്, സ്റ്റീലിൻ്റെ കേട്ടോ, അതിനകത്ത് ഇടാം ടിഫിൻ ബോക്സ്. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് തട്ടാം. ക്ലിയർ? സൗണ്ട് നിങ്ങൾ കേൾക്കില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ സൗണ്ട് കേൾക്കും. അപ്പോൾ സൗണ്ട് എങ്ങനെ കേട്ടു? ആ സൗണ്ട് ആദ്യം വെള്ളത്തിലൂടെ കടന്ന് പിന്നെ വായുവിലൂടെ കടന്ന് നിങ്ങളുടെ എന്താണ് ചെവിടിലേക്ക് എത്തി. സോ സൗണ്ട് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ സോളിഡ് സബ്സ്റ്റൻസ്, ലിക്വിഡ് സബ്സ്റ്റൻസ്, എയർ, ബട്ട് ദ ഹൈ സ്പീഡ് ഇൻ സോളിഡ് സബ്സ്റ്റൻസ്, വെരി ഹൈ സ്പീഡ്. സോളിഡ് സബ്സ്റ്റൻസിലെ മോളിക്യൂൾസ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്താണ് ഈ പറയുന്ന സൗണ്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. എയറിൽ compared to solid, very low. Clear? Okay? ഇനി നമുക്ക് എങ്ങനെയാണ് എയറിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള മോളിക്യൂൾസിനെ അടിസ്ഥാനപ്പെടുത്തി ഇനി എയറിലൂടെ ശബ്ദം കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു ചെറിയ അനിമേഷനാണ്. അതിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നോക്കിക്കോളൂ. അപ്പം ഇവിടെ സൗണ്ട് വേവ് ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇത് കണ്ടോ, ഇത് എയറാണ്. അപ്പോൾ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, ഈ ഒരു ഡയറക്ഷനിലാണ് സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങളിപ്പോൾ ഇത് പാർട്ടിക്കിൾസ് ആണ്, കണ്ടോ? ഈ പാർട്ടിക്കിൾസൊക്കെ ഇവിടെ ഇങ്ങനെ സൗണ്ട് വന്നിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഇവിടെ നിലവിൽ കുറച്ച് പാർട്ടിക്കിൾസ് നിൽപ്പുണ്ട്. ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കുറേ പാർട്ടിക്കിൾസ് മാത്രം ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു പോർഷൻ കിട്ടും. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ? ഇത് എവിടെയൊക്കെ നോക്കൂ. അങ്ങനെ തിങ്ങിക്കൂടി ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ, അങ്ങനെ അങ്ങനെ കണ്ടോ? ഇവിടെ 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 ഇവിടെ. ഓക്കെ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? സൂക്ഷിച്ച് നോക്കൂ. കണ്ടോ? ഇപ്പോൾ ഇവിടെ എന്താ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ തിങ്ങിക്കൂടി നിൽക്കുന്നു. ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന മേഖലയിൽ നമുക്ക് കംപ്രഷൻസ് അഥവാ എന്താണ് മർദ്ദം കൂടിയ സ്ഥലങ്ങളെന്ന് പറയാം. ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടി മനസ്സിലാവും. നമ്മൾ സൂക്ഷിച്ചു നോക്കൂ. ഇപ്പോൾ നോക്കൂ, നേരത്തെ കണ്ട അതേ ഭാഗത്ത് എന്തില്ല, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവാണ്. അതായത് ആദ്യം ഇവിടെ മർദ്ദം കൂടിയ മേഖലയായിട്ട് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മർദ്ദം കുറയുന്നു, പിന്നെ മർദ്ദം കൂടുന്നു, പിന്നെ മർദ്ദം കുറയുന്നു. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഒന്നിടവിട്ട് മർദ്ദം കൂടുകയും കുറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതൊരു പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിളിനെ സൗണ്ട് വേവ് വന്ന് തട്ടുമ്പോൾ ഈ പാർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നു.
മുന്നോട്ട് പോയി ഇത് ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത് ചെന്ന് ഇടിക്കുന്നത് വേറൊരു പാർട്ടിക്കിളിലായിരിക്കും. ക്ലിയർ? ആ പാർട്ടികൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. എന്നിട്ട് അത് വീണ്ടും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതായത് ഒരു പാർട്ടിക്കിളും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല, മറിച്ച് പാർട്ടിക്കിളിന്റെ സഹായത്തോടു കൂടി സൗണ്ട് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ ഒന്നും കൂടി, ഈ അനിമേഷൻ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. നോക്കൂ, കണ്ടോ? ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. സാറ് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് കണ്ടോ റെഡ് വരുന്നു. ക്ലിയർ? വീണ്ടും അതെന്താണ്? ബാക്കിലേക്ക് പോകുന്നു. വീണ്ടും ആ പോർഷനിലേക്ക് വരുന്നു, വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. നിങ്ങളൊന്ന് സൂക്ഷിച്ച് കണ്ണൊന്ന് പകുതി അടച്ചു പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എയർ മോളിക്യൂൾ പോലും എന്ത് ചെയ്യുന്നില്ല? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല. അതിനെ കുറച്ച് നേരത്തേക്ക്, വളരെ കുറച്ച് സമയത്തേക്ക് അതിന്റെ സ്ഥാനം മാറുന്നു, വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നമുക്ക് ഈ റെഡിന്റെ പുറകെ നോക്കാം. ഇപ്പൊ റെഡ് ഇവിടെയാണ്, വീണ്ടും അവിടെ പോയി വീണ്ടും ആ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? അങ്ങനെയല്ല പാർട്ടികൾ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാ പാർട്ടികളും കൂടി ഒരു സ്ഥലത്ത് വന്നു ചേരുന്ന പാർട്ടികളുടെ എണ്ണം കൂടുതലുള്ള, മർദ്ദം കൂടുതലുള്ള, പ്രഷർ കൂടുതലുള്ള ഒരു മേഖലയുണ്ട്. വീണ്ടും അവരൊക്കെ തിരിച്ച് ബാക്കിലേക്ക് വരുമ്പോൾ ആ ഭാഗം എന്തായിട്ട് മാറും? പ്രഷർ കുറഞ്ഞ ഒരു ഭാഗമായിട്ട് മാറും. ഓക്കെ, നമുക്ക് ഒന്നും കൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു കമ്പിയാണ്. സപ്പോസ് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ഗിറ്റാറിന്റെ കമ്പിയാണെന്ന് വിചാരിക്കാം. അപ്പം അതിന് ചുറ്റും വായു ഉണ്ട്, ഉണ്ടോ? ഈ കമ്പി ഇങ്ങനെ നമ്മൾ തട്ടുമ്പോൾ ഈ വായുവിനെ കമ്പനം ചെയ്യണം. അപ്പോൾ ഈ റെഡ് കാണിച്ചാൽ കണ്ടോ, അത് മർദ്ദം കൂടിയ മേഖലയാണ്. കണ്ടോ? സൂക്ഷിച്ചു നോക്കുക. കണ്ടോ? ഇവിടെ മർദ്ദം കൂടിയ മേഖലയുണ്ട്, മർദ്ദം കുറഞ്ഞതുണ്ട്. വീണ്ടും മർദ്ദം കൂടിയ മേഖല, കുറഞ്ഞത്. ഇത് കുറവ്. ഓക്കെ, പ്രഷർ ഡിക്രീസസ്, പ്രഷർ ഇൻക്രീസസ്, അഗെയിൻ പ്രഷർ ഇൻക്രീസസ്. കണ്ടോ? മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ദെൻ സോ വാട്ട് യു ലേൺ? നമ്മളെന്താ പഠിച്ചത്? എ സൗണ്ട് വേവ് ആസ് എ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്. ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. In a longitudinal wave, particles of the medium vibrate back and forth in the direction which is parallel to the direction of energy transport. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വേവ്സ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ? സൗണ്ട് വേവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ബട്ട് പാർട്ടിക്കിൾസ് മുന്നോട്ട് പോയിട്ട് വീണ്ടും അതിന്റെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. മനസ്സിലായോ? ഇറ്റ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് വൈബ്രേറ്റ്. നമ്മൾ അതിനെ വൈബ്രേഷൻ എന്ന് പറയും. നമ്മൾ പഠിച്ചു ഫസ്റ്റ് വീഡിയോയിൽ വാട്ട് ഈസ് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് എന്ത്? വൈബ്രേഷൻ. വളരെ പെട്ടെന്ന്, അല്ലേ? അങ്ങനെ പാർട്ടിക്കിൾസ് ഒരിക്കലും അവരുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവില്ല. അവരുടെ ഈ മൂവ്മെന്റ് മൂലം ഈ ശബ്ദതരംഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? പോവും. ഓക്കെ, സോ എ സൗണ്ട് വേവ് ഇസ് എ ലോങ്ങിറ്റ്യൂഡൽ വേവ്. അത്തരത്തിലുള്ള വേവുകളെയാണ് സൗണ്ട് ഇസ് എ വേവ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ്ങിറ്റ്യൂഡിനൽ അഥവാ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനുദൈർഘ്യ തരംഗത്തിന്റെ ഡെഫിനിഷൻ എന്താ? ഇവിടെ വേവ് മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. particles again moves in this direction and this direction, parallel and anti-parallel. മനസ്സിലായോ? So which is parallel to the direction of energy transport. കണ്ടോ? ഇതാണ് ലോങ്ങിറ്റ്യൂഡൽ വേവ്. എന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. ഇപ്പം നമ്മളൊരു വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള വേവ്സ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാർട്ടിക്കിൾസ് മുകളിലേക്കും താഴേക്കുമാണ് എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. In this type of wave, that is transverse waves, particles upward and downward ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമാണ് അവർ കമ്പനം ചെയ്യുക. പക്ഷേ in sound wave, because of it is a longitudinal wave, the particles vibrate parallel to the direction of wave. Clear? Look at this picture. This is the direction of travel. ഇതാണ് സൗണ്ട് വേവിന്റെ ഡയറക്ഷൻ.
ക്ലിയർ? ഇവിടെ എന്താണ് ഒത്തിരി തന്മാത്രയുള്ള പോർഷൻസ് ഉണ്ട്, ഉണ്ടോ, ഒന്നിടവിട്ട്. ഓക്കെ, ദിസ് പോർഷൻ ഇസ് നോൺ ആസ് കംപ്രഷൻ, ഹൈ പ്രഷർ. അവിടെ വെലോസിറ്റി കുറവായിരിക്കും പാർട്ടിക്കിൾസിൻ്റെ. ക്ലിയർ? ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ലോ പ്രഷർ ഏരിയ, റെയർ ഫ്രാക്ഷൻസ്. റെയർ ഫ്രാക്ഷൻ അല്ല, റെയർ ഫ്രാക്ഷൻ. ദിസ് ഈസ് കംപ്രഷൻ. മർദ്ദം കൂടിയ മേഖലയും ഇതെന്താണ്, മർദ്ദം കുറഞ്ഞ മേഖലയും. ക്ലിയർ? സോ ഇത് പ്രധാനപ്പെട്ട നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിക്കിൾസ് ഒരിക്കലും അവരുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല. അവരിങ്ങോട്ട് പോകുന്നു, തിരിച്ചു വീണ്ടും ആ പൊസിഷനിലേക്ക് വരും. അവരുടെ മൂവ്മെന്റ് മൂലം പാർട്ടിക്കിൾസ് ഒക്കെ അടുത്ത് വരുന്ന ഒരു പോർഷൻ വരും, അവിടെ മർദ്ദം കൂടുതലായിരിക്കും, ഹൈ പ്രഷർ. അവിടെ വെലോസിറ്റി, പാർട്ടിക്കിൾസ് വളരെ സ്ലോ ആയിട്ടേ മൂവ് ചെയ്യുള്ളൂ. ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. അപ്പോൾ ഇത് ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ട്, ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ട്, ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ട്. ക്ലിയർ? ഇനി ആ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ വെലോസിറ്റി ഹൈ വെലോസിറ്റി ആയിരിക്കും, പ്രഷർ കുറവായിരിക്കും. കാരണം അവിടെ തന്മാത്രകളുടെ എണ്ണം എന്താണ്, കുറവാണ്, ഒത്തിരി സ്പേസ് ഉണ്ട്, കണ്ടോ? അത്തരം പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയർ ഫ്രാക്ഷൻ. ഉണ്ടോ? ദിസ് ഈസ് റെയർ ഫ്രാക്ഷൻ, ദിസ് ഈസ് റെയർ ഫ്രാക്ഷൻ, ദിസ് ഈസ് റെയർ ഫ്രാക്ഷൻ. ക്ലിയർ? ഓക്കെ, മനസ്സിലായോ? നോക്കൂ, കണ്ടോ? നിങ്ങൾക്ക് ഒന്ന് കണ്ണടച്ച് സൂക്ഷിച്ച് നോക്കിയാൽ വേവ്സ് ഇങ്ങനെ പോകുന്നത് കാണാം. ഇവിടെ ഈ വേവ്സിൻ്റെ എന്താണ്, മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലുള്ള, ഡെൻസിറ്റി കൂടുതലുള്ള, ഹൈ പ്രഷറുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുക. കണ്ടോ? കംപ്രഷൻ. ക്ലിയർ? ഇവിടെ നോക്കൂ, ദിസ് ഈസ് റെയർ ഫ്രാക്ഷൻ. ക്ലിയർ? ഓക്കെ. സോ ഇവിടെ നോക്കൂ, ഇത് സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിങ്ങിലേക്ക് നമ്മൾ ഇവിടെ നിന്നൊരു പോർഷൻ, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്പ്രിംഗിങ് ആണ് മൂവ് ചെയ്യും, വീണ്ടും മഴ പോലെ വീണ്ടും ആ മൂവ്മെന്റിങ് ആണ്. ഇതുപോലെയാണ് സൗണ്ട് വേവ്സ് കടന്നു പോകുന്നത്. ഇവരുടെ പോർഷനിൽ നിന്നും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ മൂവ് ചെയ്യും, വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. സോ ആ പോയിന്റ് നമ്മൾ മറക്കരുത്. എന്താണ് ആ പോയിന്റ്? ദ മോളിക്യൂൾസ് ആർ ഓൺലി ടെമ്പററിലി ഡിസ്റ്റർബ്ഡ്. ഇതൊരു ഡിസ്റ്റർബാണ്, ശല്യമാണ്. എന്താണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാവുന്നത്? കുറച്ച് നേരത്തേക്കാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ. അതായത് ഇത് വൈബ്രേഷനാണ്, പോകുന്നു തിരിച്ചു വരുന്നു, പോകുന്നു, കുറച്ച് നേരത്തേക്ക് മാത്രം. ഒരിക്കലും അവരവരുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നില്ല. ക്ലിയർ? ദ മോളിക്യൂൾസ് ആർ ഓൺലി ടെമ്പററിലി ഡിസ്റ്റർബ്ഡ് ഫ്രം ദെയർ റെസ്റ്റ് പൊസിഷൻ. ദേ ആൾവേസ് റിട്ടേൺ ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. അവരെ എവിടെയാണോ ഇരുന്നത് അവിടത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, തിരിച്ചു വരും. ക്ലിയർ? സോ temporarily disturbed from their rest position, they are returned to their original position. Clear? Okay. Disturbance is carried forward through the particles of medium. അപ്പോൾ ഇവിടെ കമ്പനം വന്നു, പിന്നെ ഇവിടെ കമ്പനം വന്നു, പിന്നെ അങ്ങനെ എന്താണ്, പാർട്ടിക്കിൾസ് ഓഫ് മീഡിയത്തിലൂടെയാണ് ആ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, വേവ് എന്ന പേരിട്ട് വിളിക്കുക. ഫിസിക്സിൽ ആ പോകുന്ന ഡിസ്റ്റർബൻസിന്റെ പേരാണ് എന്ത്, വേവ്. സോ ഒരു വേവ് കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ സൗണ്ടിനെ കൺസിഡർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതിനകത്ത് പാർട്ടിക്കിൾസിന് സ്ഥാനമാറ്റമില്ല, സൗണ്ട് പോകുന്ന അതേ ദിശയിൽ തന്നെയാണ് പാർട്ടിക്കിൾസിന്റെ ഫോർവേഡും ബാക്ക്വേഡും മൂവ്മെന്റ്. ക്ലിയർ? ഓക്കെ. ക്യാൻ സൗണ്ട് ട്രാവൽ വിത്തൗട്ട് എ മീഡിയം? ഒരു മീഡിയം ഇല്ലാതെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും? നോ, സൗണ്ട് നീഡ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. എന്ന് വെച്ചാൽ എന്താണ്, ചലിക്കാൻ. പ്രൊപ്പഗേറ്റ് മീൻസ് ചലിക്കാൻ. ഓക്കെ, മുന്നോട്ട് പോകാനായിട്ട്. ഇറ്റ് കനോട്ട് പ്രൊപ്പഗേറ്റ് ത്രൂ വാക്വം. അതുകൊണ്ടാണ് അസ്ട്രോണേഴ്സ്, ഇപ്പോൾ ചന്ദ്രനിൽ പോയിരിക്കുന്ന ആൾക്കാർ, ഇൻ മൂൺ, വി നോ ദാറ്റ് ഇൻ മൂൺ there is no air or atmosphere. It is all vacuum on the surface of the moon. Sound cannot be heard directly on the surface of moon because there is no air on the moon. Okay? ചന്ദ്രനിൽ എയർ ഇല്ല, വായു ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സംസാരിക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യില്ല, കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ആസ്ട്രോണേഴ്സ് സംസാരിക്കാനപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, അല്ലേ? അവരെന്താ ചെയ്യുക, ദേ യൂസ് റേഡിയോ വേവ്സ്. ഓക്കെ, വയർലെസ്, നമ്മൾ വയർലെസ് എന്നൊക്കെ, അതായത് നമ്മുടെ പോലീസുകാരൊക്കെ സംസാരിക്കാറുണ്ടാവും അല്ലേ? അതുപോലെ വയർലെസ് ആയിട്ടുള്ള റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും എന്താ ചെയ്യുക, സംസാരിക്കുക. ക്ലിയർ? നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം ചെയ്യാം.
ഇതാണ് നമ്മുടെ പരീക്ഷണം. പരീക്ഷണം ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഒരു ബോട്ടിലെടുക്കുക. ഓക്കെ, സപ്പോസ് ടേക്ക് എ ബോട്ടിൽ. ഒരു ബോട്ടിൽ എടുക്കുക. ഓക്കെ, ആ ബോട്ടിൽ ഒരു കോർക്ക് വെച്ച് നിങ്ങൾ അടച്ചു വെക്കുക. കോർക്ക് വെച്ച് അടയ്ക്കണം. ഓക്കെ, അതിനകത്തൊരു മണി, ഒരു ബെല്ല്, സപ്പോസ് ഒരു ബെല്ല് തൂക്കിയിടുക. എന്നിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് കുലുക്കുക കേട്ടോ. അപ്പം എന്ത് സംഭവിക്കും? സൗണ്ട് എന്താണ്? പുറത്തേക്ക് വരും. സൗണ്ട് ഉണ്ടാവും. ഇതാണ് ഫിഗർ 1. എന്താണ് ചെയ്തത്? ജസ്റ്റ് ഒരു കുടം പോലെ എന്തെങ്കിലും എടുക്കുക. എന്താണെന്ന് വെച്ചാൽ എന്താ, ഒരു കോർക്ക് വെച്ചിട്ട് മൂടുക, ഒരു മണി തൂക്കിയിടുക, എന്നിട്ട് കുലുക്കുക. അപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കും. ഇനി നിങ്ങൾ ഇതിനകത്ത് നിന്നും ഒരു വക്കം ഉപയോഗിച്ചിട്ട്, സപ്പോസ് ദിസ് എ വക്കം ഉപയോഗിച്ച് കംപ്ലീറ്റ് എയറും പുറത്തേക്ക് കളഞ്ഞു എന്ന് വിചാരിക്കും. എന്നിട്ടൊന്ന് കുലുക്കി നോക്കി, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. ദാറ്റ് മീൻസ് സൗണ്ട് cannot travel through vacuum. അതായത് ഇവിടെ നിന്നൊരു പോർഷനിലൂടെ എയർ കംപ്ലീറ്റ് പുറത്തേക്ക് വലിച്ചു കളഞ്ഞാൽ എയർ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ സൗണ്ട് വേവ്സ് എയറിലൂടെ അല്ലാതെ പുറത്തേക്ക് വരില്ലല്ലോ. സോ എയർ ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ മോളിക്യൂൾസ് കമ്പനം ചെയ്യാൻ ചുറ്റും ഇല്ലാത്തത് കൊണ്ട് സൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, കേൾക്കില്ല. ഇനി വക്കം കളയുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പരീക്ഷണം നടത്താം. ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് വാട്ടർ നിറയ്ക്കുക. ഓക്കെ, എന്താണ് വാട്ടർ? വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കുക. ഹീറ്റ് കൊടുക്കുക. ഓക്കെ, വാട്ടർ നിറച്ചതിന് ശേഷം നമ്മളൊന്ന് കുലുക്കി നോക്കിയേ. ഓക്കെ, സൗണ്ട് ഉണ്ട്. ഹീറ്റ് നന്നായിട്ട് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് വാട്ടർ വേപ്പേഴ്സ് വന്നിങ്ങനെ നിറയും. ജലത്തിൻ്റെ നീരാവി വന്ന് നിറയും. അപ്പോൾ നീരാവി എന്നറിയാം, നമ്മൾ ഈ കോർക്ക് അങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നീരാവിയൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഇത് പെട്ടെന്ന് നമ്മൾ കോർക്ക് എന്ത് ചെയ്യുക, അടയ്ക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായ എയർ മുഴുവനും ആരായിട്ട് നിറഞ്ഞിരിക്കുകയാണ്? നീരാവി. അതായത് വാട്ടർ മോളിക്യൂൾസ് ഇവിടെ ഫില്ലായി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളിത് തണുപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? സോ വാട്ട് ഹാപ്പൻ ഈസ്, നമ്മുടെ വാട്ടർ കംപ്ലീറ്റ്ലി എന്താണ്, ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? നമ്മളിതിനെ വീണ്ടും കോർക്ക് വെച്ച് അടച്ചിട്ട് തണുപ്പിക്കാൻ വയ്ക്കുക. തണുപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഈ ഇവിടെ നിറഞ്ഞിരിക്കുന്ന നീരാവി രൂപത്തിലുള്ള ഈ വാട്ടർ മോളിക്യൂൾസ് താഴേക്ക് വന്ന് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. താഴേക്ക് വന്ന് അടിഞ്ഞുകൂടും. ക്ലിയർ? അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇല്ല ഇവിടെ. എയർ തള്ളിക്കളഞ്ഞിട്ടാണ് ഇവരിവിടെ ഒന്ന് നിന്നിരുന്നത്. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് തണുപ്പിച്ചപ്പോൾ ഇവർ താഴേക്ക് എന്താണ്, വെള്ളമായിട്ട് മാറി. അപ്പം ഇവിടെ എന്താണ്, വീണ്ടും എയർ ഇല്ലാത്ത ഒരു സ്ഥലം വരും. നമ്മളൊന്ന് കുലുക്കി നോക്കിയേ, സൗണ്ട് നമ്മൾ വളരെ കുറവായിരിക്കും കേൾക്കുന്നത് ആദ്യം കേട്ടതിനേക്കാൾ. ക്ലിയർ? ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ്. ഇവിടെ നമ്മൾ ജലം എടുത്തിട്ട്, വാട്ടർ എടുത്തിട്ട് ഹീറ്റ് ചെയ്തു. ഓക്കെ, ഹീറ്റ് ചെയ്തപ്പോൾ ഇവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞു, വാട്ടർ മോളിക്യൂൾസ് വന്നത്. എന്നിട്ട് നമ്മൾ കോർക്ക് വെച്ച് അടച്ച് ബെല്ല് തൂക്കിയിട്ടു. എന്നിട്ട് തണുപ്പിച്ചു. കോൾഡ് വാട്ടർ നമ്മൾ ഇതിനകത്ത് മീതെ വെച്ചു, ഈ ബീക്കറിന്റെ മീതെ. എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾസ് കംപ്ലീറ്റ് താഴെ വന്ന് എന്താണ്, ചേർന്നു. ഇപ്പം ഇവിടെ എന്താ, നോ എയർ. ഇവിടെ എന്തില്ല, എയർ ഇല്ല, വായുവില്ല. എന്താ കാരണം? വായുവിന്റെ സ്ഥലത്ത് വായുവിനെ പുറത്തേക്ക് തള്ളിയിട്ട് അവിടെ നമ്മൾ തിളപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജലതന്മാത്രകൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ അതിന് ശേഷം അടച്ചതിന് ശേഷം തണുപ്പിച്ചപ്പോൾ ആ ജലതന്മാത്രകൾ താഴേക്ക് വന്നു വാട്ടറായിട്ട് മാറി. അപ്പം അവർ നിന്നിരുന്ന സ്ഥലം ശൂന്യമായി. ഇനി നമ്മൾ ഒന്ന് കുലുക്കി നോക്കൂ, നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ മുന്നേ കേട്ട അത്രയും സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല എന്ന് കാണാം. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത്രയേ ഉള്ളൂ. സൗണ്ട് എയറോ വാട്ടറോ സോളിഡോ അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റൻസിലൂടെ അല്ലാതെ വക്കത്തിലൂടെ, അതായത് ശൂന്യതയിലൂടെ സൗണ്ട് സഞ്ചരിക്കില്ല. കാരണം സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ ഏതെങ്കിലും തന്മാത്രകൾ വേണം, അവരുടെ കമ്പനം വേണം, അവർ മുന്നോട്ട് പിന്നോട്ട് പോകണം. ഓക്കെ, ക്ലിയർ? പണ്ടൊക്കെ യുദ്ധം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു
ഒരു ആൾ കണ്ട യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെവിട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുതിരയുടെ എന്താണ് ടിക്ക് 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 എന്ന് പറഞ്ഞ കുതിര ഓടുന്ന സൗണ്ട് കേൾക്കാം. അതായത് ഇതിലൂടെ പെട്ടെന്ന് സൗണ്ട് എന്ത് ചെയ്യും വരും. ക്ലിയർ? ബട്ട് പുറത്തെ വായുവിലൂടെ എയറിലൂടെ എന്താണ് സൗണ്ട് വരുന്നത് വളരെ സ്ലോ ആയിരിക്കും. സ്ലോ, വെരി സ്ലോ. ബട്ട് സോളിഡ്, ദാറ്റ് ഈസ് സോയിൽ, സോയിലിലൂടെ സൗണ്ട് എന്താണ് വെരി സ്പീഡ്, ഹൈ സ്പീഡിൽ വരും. സോ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ്. ശബ്ദം സഞ്ചരിക്കുന്നത് ഏറ്റവും വേഗതയിൽ ഏതിലൂടെയാണ്? സോളിഡ്സിലൂടെയാണ്. ക്ലിയർ? സോ ദ കൺക്ലൂഷൻസ് ആർ സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് മേക്ക് us ഹിയർ. ക്ലിയർ? സൗണ്ട് ഒരു ഊർജമാണ്, ഇതാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഓക്കെ. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത്. സൗണ്ട് നീഡ് എ മെറ്റീരിയൽ മീഡിയം ലൈക്ക് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ടു ട്രാവൽ. സൗണ്ടിന് സഞ്ചരിക്കാൻ എന്തെങ്കിലും ഒരു മീഡിയം വേണം. സൗണ്ട് വേവ് cannot travel through vacuum. സൗണ്ട് വേവ്സ് ഒരിക്കലും ശൂന്യതയിലൂടെ പോവില്ല. അടുത്തത്, സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ് ദാൻ ലിക്വിഡ്സ് ദാൻ എയർ. ഇപ്പം ഏറ്റവും വേഗത സോളിഡ്സിലും ഖരപദാർത്ഥങ്ങളിലും, വേഗത കുറവ് വായുവിലുമാണ്. മനസ്സിലായോ? സൗണ്ട് ട്രാവൽസ് 14 times faster in solids than air. നമ്മൾ ഗ്യാസ്, വാതകവും ഖരവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, താരതമ്യം ചെയ്യുകയാണെങ്കിൽ വാതകത്തെക്കാളും 14 ഇരട്ടി വേഗതയിലാണ് ഖരപദാർത്ഥങ്ങളുടെ സൗണ്ട് കടന്നു പോവുക. സൗണ്ട് ട്രാവൽസ് 5 times faster in liquids than air. എന്നാൽ നമ്മൾ വാതകവും ദ്രാവകവും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ്സിൽ വാതകത്തെക്കാൾ, എയറിനേക്കാളും 5 times, അതായത് 5 ഇരട്ടി വേഗതയിലാണ് സൗണ്ട് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ക്ലിയർ? സോ ഈ പോയിന്റൊക്കെ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? ഇവിടെ ചില മീഡിയം നൽകിയിട്ടുണ്ട്. അതിലൂടെയുള്ള സൗണ്ടിന്റെ, ശബ്ദത്തിന്റെ വേഗത അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ എന്തായിരിക്കും വേഗത എന്നാണ് പറയുന്നത്. അലുമിനിയം 6420 ഓക്കെ മീറ്റർ പെർ സെക്കൻഡ്. അയൺ, ഇരുമ്പ് 5950 മീറ്റർ പെർ സെക്കൻഡ്. സ്റ്റീൽ 5960 മീറ്റർ പെർ സെക്കൻഡ്. പ്യൂർ വാട്ടർ 1498. എയർ 340. ക്ലിയർ? അത് ഏറ്റവും ലോവസ്റ്റ് വെലോസിറ്റി എയർ ആണ്. പ്ലീസ് റിമെമ്പർ ദിസ് NB. ക്ലിയർ? സോ 340. നമുക്കൊരു സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. The sound of hammering a railway track at a great distance is heard 4 seconds after its occurrence. If so, what will be the time taken by this sound to travel through the rail? വളരെ അകലെ റെയിൽ ട്രാക്കിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം വായുവിലൂടെ സഞ്ചരിച്ച് 4 സെക്കൻഡുകൾക്ക് ശേഷം കേൾക്കുന്നു എങ്കിൽ ഈ ശബ്ദം റെയിലിലൂടെ എത്ര സമയം കൊണ്ട് കേൾക്കാം? അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? വളരെ അകലെ, സപ്പോസ് ദിസ് എ റെയിൽവേ ട്രാക്ക്, ഇതൊരു റെയിൽവേ ട്രാക്കാണ് വിചാരിക്കുക. റെയിൽവേ ട്രാക്കാണ്. ഓക്കെ, ഒരാളിവിടെ ചുറ്റും ഉപയോഗിച്ചിട്ട് ഒരാളിവിടെ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ ഇതിന്റെ സൗണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് എയറിലൂടെ, ത്രൂ എയർ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളിവിടെ ചെവി വെച്ചാൽ ഈ റെയിൽവേയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൗണ്ട് കേൾക്കാം. ക്ലിയർ? അതെങ്ങനെയാ? നിങ്ങളിപ്പോൾ ഡെസ്കുമേ കൊട്ടിക്കഴിഞ്ഞാൽ ഡെസ്കുമേ വെച്ചാലും ചെവി വെച്ചാലും കേൾക്കാം, പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും അത് കേൾക്കാമല്ലോ. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വളരെ അകലെ, എത്ര ദൂരമൊന്നും പറഞ്ഞിട്ടില്ല. റെയിൽ ട്രാക്കിൽ ചുറ്റികൊണ്ട് ഒരാൾ അടിക്കുന്നു. ആ ശബ്ദം വായുവിലൂടെ സഞ്ചരിച്ച് 4 സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങൾ കേൾക്കുന്നു. അതായത് ഇവിടെ ശബ്ദമുണ്ടായി വിത്തിൻ 4 സെക്കൻഡ്. 4 സെക്കൻഡിന് ശേഷം, ആഫ്റ്റർ 4 സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഈ ശബ്ദം റെയിൽവേ പാളത്തിലൂടെ എത്ര സമയം കൊണ്ട് കേൾക്കാം എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? എയറിലൂടെ സഞ്ചരിക്കുന്ന സമയം തന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, നമുക്ക് കാണാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെയിലിലൂടെ സഞ്ചരിക്കുന്ന സമയം. റെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റീലാണ്. എന്താണ്?
steel. Okay? ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എന്താണ് എടുത്തെഴുതാം. ഒന്ന് ടൈം. എയറിലൂടെ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? equal to 4 seconds. We know that velocity at airലൂടെ through air is equal to 340 meter per second. Air. Clear? And we know that what is velocity? Velocity is equal to displacement by time. That means distance. So displacement is equal to velocity into time. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. ദറ്റ് ഈസ് 340 ഇൻറ്റു 4. ദറ്റ് ഈസ് ഈക്വൽ ടു 1360 മീറ്റർ. ഇതാണ് എന്ത് ടോട്ടൽ ഹാമർ. നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൽവേ പാളത്തിലൂടെ 4 സെക്കൻഡ് കൊണ്ട് ആ വേവ് എന്താണ് സഞ്ചരിച്ചു. ഓക്കെ, അങ്ങനെ സഞ്ചരിച്ച ദൂരം ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1360 മീറ്റർ. ഓക്കെ, നമുക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് ഈക്വൽ ടു 5960 ഇൻ സ്റ്റീൽ. മീൻസ് റെയിൽവേ ട്രാക്കിൽ ഇത്രയാണ്. ഡിസ്പ്ലേസ്മെന്റ് സെയിം അല്ല, ഇവിടെ തന്നെയല്ലേ സ്ഥലത്ത് ഇത്രയും ദൂരം തന്നെയല്ലേ സഞ്ചരിക്കുന്നുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം എത്രയാണ്? 1360 meter. Then from this equation what is t? t നമ്മൾ ഇങ്ങോട്ട് എടുക്കുക, വെലോസിറ്റി താഴേക്ക് വരും. t ഇങ്ങോട്ട് പോരട്ടെ, വെലോസിറ്റി താഴേക്ക് വരട്ടെ. അപ്പോൾ എന്താവും? t is equal to displacement by velocity. അത് distance by speed. So what is the distance? 1360. Clear? Divided by meter divided by എന്താണ് വെലോസിറ്റി 5960 meter per second. Okay, so meter get cancel. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.228 സെക്കൻഡ് ഇത്രയും സമയമെടുക്കുന്നു കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, നമ്മളെന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് എയർ വായുവിൻ്റെ ടൈം തന്നിട്ടുണ്ട്, അത് എഴുതി. വായുവിലൂടെ വേഗത നമ്മൾ പട്ടികയിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ നമുക്കറിയാം വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം. ഓക്കെ, അതിൽ നിന്ന് ദൂരം കണ്ടുപിടിച്ചു, വേഗത ഇൻറ്റു സമയം. ഓക്കെ, അത്രയും ദൂരം തന്നെയാണ് റെയിൽവേയുടെയും സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ ദൂരം നമുക്ക് മനസ്സിലായി. റെയിൽ പാളത്തിൻ്റെ ദൂരം അത് ഇത്രയാണ് ഇവിടെ കണ്ടുപിടിച്ചത്, 1360. റെയിലിലൂടെ എന്ന് വെച്ചാൽ റെയിൽ സ്റ്റീലാണ്, അപ്പോൾ അതിലൂടെയുള്ള വേഗത എത്രയാണ്? 5960. ഓക്കെ, then from this equation velocity is equal to displacement by time. Velocity സമം displacement by time. നമ്മൾ ഈ ടൈമിംഗ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും? വെലോസിറ്റി ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇനി വെലോസിറ്റിനെ മാത്രം നമ്മളോട് നിർത്തിക്കഴിഞ്ഞാൽ ടൈം മാത്രം നമ്മളോട് നിർത്തിക്കഴിഞ്ഞാൽ ടൈം ഇസ് ഈക്വൽ ടു ഈ വെലോസിറ്റി താഴേക്ക് വരും. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചു, വെലോസിറ്റി നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ചെയ്താൽ ഉത്തരവായി. ക്ലിയർ? ഓക്കെ, വാട്ട് ഡു യു ലേൺ? Sound wave is a longitudinal wave. In a longitudinal wave, particles of the medium vibrate back and forth in the direction which is parallel to the direction of energy transport. Sound wave cannot travel through vacuum. Sound travels faster in solids, liquid, air. Sound travels 40 times faster in solids than air. Sound travels 5 times faster in liquids than air. Okay, clear? Sound travels through a medium. This is a very important point. And a medium is a substance or materials that carries the sound wave. Clear? Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.